അപ്പോൾ പല ടൈപ്പ് കടങ്ങൾ. അപ്പോൾ ഒരു കട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50,000 രൂപ വാങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ 50,000 രൂപ ഫുള്ള് അടച്ചിട്ട് സെറ്റിൽ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 5,000 രൂപ തിരിച്ചടയ്ക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ 10% ഒരു മാസം പലിശയും എന്ന് വെച്ചാൽ ഒരു വർഷം 120%. അപ്പൊ 50,000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ 60,000 രൂപ നിങ്ങൾ പലിശ അടയ്ക്കണം. ഇനി അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 50,000 ഒരുമിച്ച് കൊടുത്താലേ ഇവർക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ ചിലപ്പോൾ 2 വർഷമൊക്കെ ഈ 5,000 രൂപ അടച്ചടച്ചടച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കുറി വെച്ചിട്ടുണ്ടെങ്കിൽ കുറി വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ കുറിക്ക് 2 പേരാ, ഒന്ന് കുറിന്നും പിന്നെ വിളിച്ചെടുത്ത അതിന്റെ പേര് ശരിക്കും പറഞ്ഞ ലോണെന്നാ, അത് കുറിന്നല്ല. അപ്പൊ നമ്മൾ പോലും അറിയാതെ വിളിച്ചിട്ട് അവർ ഇതിൽ പെട്ടു. 10,000 രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 3,000 രൂപയ്ക്ക് ഒരു ഒറ്റയടിക്ക് ബില്ല് കൊടുക്കാനുള്ള അർഹതയില്ല. അതേമാതിരി നമുക്കൊരു കാറ് വാങ്ങണത് ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സാധാരണ ഒരു ബാക്കിൽ ഡിക്കിയുള്ള ടൈപ്പ് ഓഫ് കാറേ പറ്റത്തുള്ളൂ, അത്ര നീളം വേണം. അത് അയാളെ സംബന്ധിച്ച് ഒരു ആവശ്യമാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ഭയങ്കര ലക്ഷറിയസ് കാറിലേക്ക് പോകണമെന്ന് ചിലപ്പോൾ അനാവശ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. ഇപ്പൊ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഞാനിപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങുന്ന ടൈമിൽ എപ്പോഴും ഞാൻ 2-3 വാങ്ങത്തുള്ളൂ. കാരണം ഞങ്ങൾ തിന്ന് തീർക്കത്തില്ല, ചീത്താവും. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് വാങ്ങണമെങ്കിലും ഇപ്പൊ ആപ്പിൾ വാങ്ങണമെങ്കിൽ ചിലപ്പോ 1-2 ഇങ്ങനെ. അപ്പൊ ചില കടയിൽ ചെല്ലുമ്പോൾ ഒറ്റടിക്ക് ഒരിക്കും 1 കിലോ എടുക്കട്ടെ 2 കിലോ എടുക്കട്ടെ. അപ്പൊ ആൾക്കാരുടെ മുന്നിലാണെങ്കിൽ നമ്മുടെ ഒരു ഈഗോ ഹേർട്ടാവും. ഇന്നത്തെ ബിസിനസ് ലോഞ്ചില് നമുക്ക് അതിഥിയായിട്ട് ബ്രാൻഡ് സ്റ്റോറീസ് നമ്മുടെ പ്രിയപ്പെട്ട നിഖിൽ ഗോപാലകൃഷ്ണൻ കൊച്ചിൻ. അദ്ദേഹം പെൻഡാഡ് സെക്യൂരിറ്റീസിന്റെ അഡ്വൈസറാണ്, CEO ആണ്. അതുപോലെ സാമ്പത്തികം, പൈസയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ്, അതുപോലെ വർക്ക്ഷോപ്പുകൾ, ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ട വിഷയം. വെൽക്കം നിഖിൽ സാറേ. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുക. മിസ്റ്റർ നിഖിലിന് ഏറ്റവും ഇഷ്ടം കണ്ടന്റ്സ് ആണ്, പോയിന്റ്സ് പോയിന്റ്. ആ നിലയ്ക്ക് പൊടുപ്പും തൊങ്ങലും ഇല്ലാതെ ഏറ്റവും തൊട്ടാൽ കൊള്ളുന്ന ഒരു വിഷയമാണ് സാമ്പത്തികം. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും തീവ്രമായ, ഞാനൊരു വായിച്ചത് ഇപ്പൊ ഒരു സ്റ്റഡി, കൊച്ചിൻ ബേസ്ഡ് ഒരു സ്റ്റഡി വന്നത് 85-90% ആളുകൾക്കും ഗോൾഡ് ലോൺ ഉണ്ട്. കേരള സർക്കാർ പോലും കടത്തിലാണെന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും അപകടത്തിൽപ്പെട്ട ഒരു സാമ്പത്തിക നിലയും നിലവാരത്തിലും ജീവിച്ചു പോകുന്ന ഒരു സമൂഹം, ഒരു സ്റ്റേറ്റ്, അതിലെ മലയാളികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് പ്രവാസികളിൽ ഭൂരിഭാഗവും അവിടെ തിരിച്ചു വരവാണ്. ആപൽക്കരമായ അപകടകരമായ ഒരു ദുരന്ത മുഖത്ത് സാമ്പത്തികം എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നേക്കാളും ആഴത്തിൽ അറിയാം. അപ്പൊ ഇവിടെ ഇപ്പോ നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഒക്കെ തന്നെ സാധാരണക്കാരാണല്ലോ കേൾക്കുക, അവരാണ് കൂടുതൽ ഇതിൽ വ്യൂവേഴ്സ്. 800,000 രൂപ ദിവസക്കൂലിക്ക് വരുമാനമുള്ള ഒരു മനുഷ്യരോടാണ് നമ്മൾ സാമ്പത്തികം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അല്ല, ഇതില്ലേ സത്യം പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്, കിട്ടണേക്കാളും കുറച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ ആ ഒരു ശീലത്തിലേക്ക് ആദ്യം തന്നെ വരണം. അപ്പോൾ പല ആൾക്കാരുടെയും ഒരു പ്രശ്നം ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഒത്തിരി ഓൾറെഡി നമ്മുടെ അടുത്ത് കുറച്ച് കടം ഉണ്ടാവും. അപ്പോൾ ആ കടം ഉള്ളതിനെ എങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കടം കയ്യിലുണ്ടാവും. അപ്പോൾ അതിനെ പേടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് വെച്ചാൽ ആ കടത്തിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. കാരണം ഇത്തരം ആളുകൾക്ക് ഒന്ന് ഒത്തിരി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അവരുടെ പൈസ ഹാൻഡ്ലിങ്. ഇൻവെസ്റ്റ്മെന്റ് ആയാലും ശരി, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ നാട്ടിലെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കുറിയർന്നുണ്ടാവും. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഒത്തിരി ഗവൺമെന്റിന്റെയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറി കമ്പനികളൊന്നും ഇവിടെ ഒന്നും പോയി ചേരില്ല. ഏതെങ്കിലും അവരുടെ അയലക്കത്തെ ഒരാൾ നടത്തുന്ന കുറി കമ്പനിയിലായിരിക്കും ചേരേണ്ടത്. അപ്പോൾ ഇതിലൊരു 10 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ 2 കുറിക്കാരന് ഒളിച്ചുകൂടി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ പൈസ മൊത്തം പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊരു ജനറലായിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതൊരു വിഷയം. പിന്നെ അടുത്ത വിഷയം ഇവർക്ക് ചിലപ്പോൾ ഒരു കഷ്ടിച്ചൊരു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു 5 പവനോ 10 പവനോ സ്വർണ്ണം ഉണ്ടാവും. ഇത് ഡെഫിനറ്റ്ലി അതൊരു ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറി വെച്ചിട്ടുണ്ടെങ്കിൽ കുറി വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറിക്ക് 2 പേരാ, ഒന്ന് കുറിന്നും പിന്നെ വിളിച്ചെടുത്ത അതിന്റെ പേര് ശരിക്കും പറഞ്ഞ ലോണെന്നാ, അത് കുറിന്നല്ല. അപ്പൊ നമ്മൾ പോലും അറിയാതെ വിളിച്ചിട്ട് അവർ ഇതിൽ പെട്ടു. പിന്നെ അടുത്ത വിഷയം പറഞ്ഞ ഇവർ കുറെ ലോക്കൽ ലെൻഡേഴ്സിൽ നിന്ന് കടം വാങ്ങണ്ടാവും. അപ്പോൾ പല ടൈപ്പ് കടങ്ങൾ. അപ്പോൾ ഒരു കടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50,000 രൂപ വാങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ 50,000 രൂപ ഫുള്ള് അടച്ചിട്ട് സെറ്റിൽ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 5,000 രൂപ തിരിച്ചടയ്ക്കണം.
അപ്പോൾ എന്ന് വെച്ചാൽ 10% ഒരു മാസം പലിശനും എന്ന് വെച്ചാൽ ഒരു വർഷം 120%. അപ്പൊ 50,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ 1.10 60,000 നിങ്ങൾ പലിശ അടയ്ക്കണം. ഇനി അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ 50,000 ഒരുമിച്ച് കൊടുത്താലേ ഇവർക്ക് വീട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ ചിലപ്പോൾ 2 വർഷമൊക്കെ ഈ 5,000 രൂപ അടച്ചടച്ചടച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് ബ്ലേഡ് ഒന്നല്ല, വേറെന്തോ പേരാണ് അതിനോട് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ചിലപ്പോ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ആദ്യത്തെ കാര്യം വെച്ചാൽ നമ്മൾ കടമെടുക്കാതെ ഇരിക്കാനുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഉള്ള കടങ്ങളിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടാനുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ചെലവ് ശരിക്കും പറഞ്ഞ ഇവരുടെയൊക്കെ മിക്കവാറും ഒരു മാന്യമായിട്ട് നമുക്കൊന്ന് പിടിച്ചു നിർത്താന്നുണ്ടെങ്കിൽ ഒരു 400 രൂപ അല്ലെങ്കിൽ 300 രൂപയിലേക്ക് ഇവരുടെ ചെലവ് നമുക്ക് ഒതുക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ബാക്കി വരുന്ന 400 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ വെച്ചിട്ട് ഈ കടങ്ങൾ മൊത്തം മാറ്റിയെടുക്കുക. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇവർ ഈ കടം അടച്ചടച്ച് ശീലിച്ചതിന്റെ പേരിൽ ഇവർക്ക് പൈസ മാറ്റി വെക്കാനുള്ള കഴിവുണ്ടാവും. അത് കടത്തിന് പകരം അതൊരു SIP-യിലേക്ക് മാറ്റിയാൽ മതി, സേവിങ്സ് അയക്കാൻ മതി. എന്നിട്ട് സേവിങ്സ് ആക്കി വെക്കേണ്ട കാര്യം വെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് ആ ബാങ്ക് അക്കൗണ്ടെങ്കിൽ ഈ സേവിങ്സ് കൃത്യമായിട്ട് ഇടാനായിട്ട് പിടിക്കാൻ. അങ്ങനെ പൈസ അക്യുമുലേറ്റ് ആയി വരുമ്പോൾ ഒരു വർഷം ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം ഈ കടം മൊത്തം വീട്ടാനായിട്ട്. അടുത്ത ഒരു വർഷം എന്ന് വെച്ചാൽ കടമെടുക്കാതെ ആ കടത്തിന് പൈസ അടച്ചിരുന്ന പൈസ വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാൻ പഠിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ വർഷം തുടങ്ങിയിട്ട് ഇവര് പിന്നെ കടം എടുക്കേണ്ടി ജീവിക്കാൻ രക്ഷപ്പെട്ടു പോകും. കുറച്ച് വിവരമുള്ള ആളുകളെ കടത്തിലാക്കുന്ന സാധനമല്ലോ ക്രെഡിറ്റ് കാർഡ്. ഈ പറഞ്ഞ പോലെ തന്നെയല്ല അതിനും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. അതെ. അപ്പൊ ഓക്കെ, അത് വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോ ഇതുപോലെയുള്ള ആളുകൾ കുടുങ്ങുന്ന വേറൊരു കാര്യം, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, കുടുംബങ്ങളുണ്ട്, ചുറ്റുപാടുണ്ട്, നമുക്കൊരു ഇക്കോസിസ്റ്റം ഉണ്ട്. അവിടെ ഇപ്പോൾ കല്യാണങ്ങളും ഡൊണേഷൻസും പള്ളി പെരുന്നാളും അമ്പലവും അത് ഇത് ഈ 100,000 കെട്ടുബാധ്യതകൾക്കുള്ളിലാണ് ഈ സ്കൂൾ ഫീസ് ഉണ്ട്, അവരെ മരുന്നുണ്ട്, അവരെ വസ്ത്രമുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണമുണ്ട്. ഇങ്ങനെ പോകുന്ന ഇങ്കാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പറയും കണ്ണീര് പോലെയാണ് ഇങ്കോ, വിയർപ്പ് പോലെയാണ് ചെലവ്. ഉദാഹരണം പറയല. ഇതുപോലെയുള്ള ഒരു ഒരിക്കൽ ഈ പാവപ്പെട്ട മനുഷ്യന് എങ്ങനെ അഭിമാനവും ദുരഭിമാനവും മലയാളി ഇപ്പോഴും വേർതിരിക്കപ്പെടാത്ത ഒരു വലിയ അതിർപറമ്പിന്റെ കെണിയിലാണ് മനസ്സിലാക്കാറുണ്ട്. അത് സാമ്പത്തികം പൈസ പറയുമ്പോ നിഖിലിന് മനസ്സിലാകുന്നുണ്ടാവും. അഭിമാനം ദുരഭിമാനം ആവുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ എല്ലാ സംഭവവും ഇതിൽ കുറിഞ്ഞാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അവന്റെ അഭിമാനം രക്ഷിക്കാൻ എന്ന തോതിൽ മറ്റവരെയും കമ്പയർ ചെയ്ത് അവരുടെ കുടുംബത്തിലെയും മറ്റുള്ളവരെയും കമ്പയർ ചെയ്ത് ഇവനെ ഒന്ന് ഒത്തൊപ്പിച്ച് വരണമെങ്കിൽ തന്നെ എവിടെ നോക്കിയോ കടമാണ്. ഇതല്ലേ വല്ലാത്തൊരവസ്ഥ. അപ്പൊ ഈ അഭിമാനം ദുരഭിമാനം എന്നത് സമ്പത്തിലേക്ക് ഉയർന്നുണ്ടാവുന്ന വലിയ കെണി. നിങ്ങൾ എങ്ങനെയാ നിരീക്ഷിക്കുന്നത്? അല്ല, ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളെല്ലാവരും സത്യസന്ധന്മാരായിരിക്കണം. ഈ സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നുണ പറയുന്നില്ല, അതൊന്നല്ല സത്യസന്ധത എന്ന് പറഞ്ഞാൽ. ഞാൻ എന്നോട് പറയുന്നത് ഏറ്റവും വലിയ സത്യസന്ധത എന്നുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തില്ലാത്ത കാശിനും ഒരു നല്ലൊരു ഡ്രസ്സ് വാങ്ങുക. ചിലപ്പോൾ എൻ്റെ ഡ്രസ്സ് വാങ്ങാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്താ പറയുക 2,000 രൂപ 3,000 രൂപ ഷർട്ട് വാങ്ങാനായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊരു കെന്നത്ത് കോളിൻ്റെ എല്ലാവർക്കും പോയിട്ട് 5,000-ൻ്റെ 6,000-ൻ്റെ ഷർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞാൽ അത് നുണേ. അതെ, അത് നല്ലൊരു വിവരണമാണ്. അത് നല്ല വിവരണമാണ്. കാരണം ഇതാണ് ഇന്ന് സംഭവിക്കുന്നത് കേരളത്തിൽ. സത്യം പച്ചയായി പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. എനിക്ക് എന്റെ കൂട്ടറിൽ എന്റെ സമൂഹത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണേ, ഞാൻ അവരെ പോലെ ആവണല്ലോ, ബാധ്യതയാവണം. അങ്ങനെ നമ്മൾ നുണയന്മാരാവണതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ നമുക്ക് ആ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം നമുക്കറിയാം. ഇപ്പൊ ചില ടൈമിൽ നമുക്കൊരു ഒരു 10,000 രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 3,000 രൂപയ്ക്ക് ഒരു ഒറ്റയടിക്ക് ബില്ല് കൊടുക്കാനുള്ള അർഹതയില്ല. അത് ഭയങ്കരമാണ്. ഞാനത് എല്ലാവരും എൻജോയ് ചെയ്യേണ്ട പാടില്ല എന്നല്ലാണ്ട് ഞാനീ പറഞ്ഞത്. പക്ഷെ അത് ക്രെഡിറ്റ് കാർഡിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും, അടുത്ത മാസം ശമ്പളം വരുമ്പോൾ കൊടുത്താൽ മതി. അതിന് പകരം ആ പൈസ നമ്മുടെ ഒരു റിസർവ് ആയിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ അത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു അഭിമാനം ദുരഭിമാനത്തിന്റെ കാര്യം നമ്മൾ സത്യസന്ധരായി തീർന്ന പ്രശ്നമുള്ളൂ. ഇപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ ലെവലിലേക്ക് എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം, ചേട്ടാ എന്റെ അടുത്ത് നുണയനാവുന്നത് പോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൽ മൊത്തത്തിൽ കാണുന്ന പുതിയ ട്രെൻഡ്. പുതിയ ജനറേഷന്റെ പേരിലാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിലും
അത് വ്യാപകമായി യൂറോപ്യൻ രീതികൾ, വസ്ത്രം നമുക്ക് വരുന്നുണ്ട്, ഭക്ഷണം നമുക്ക് വരുന്നുണ്ട്, അവരുടെ കൾച്ചർ നമുക്ക് വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്പെൻഡിങ് നേച്ചർ നമ്മൾ പിടിച്ചു വാങ്ങാണ് അവരിൽ നിന്ന്. അവരെന്ന് പറഞ്ഞാല് അവര് ഉള്ള സമ്പാദിച്ച് അടിച്ചു പൊളിച്ച് ജീവിതത്തിൽ തീർത്ത് വീണ്ടും സമ്പാദിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതേപോലെ മലയാളികളും തുടങ്ങുകയാണ്. കാരണം ഇഷ്ടങ്ങൾ, ഇന്നത്തെ ഇഷ്ടങ്ങൾ നിന്ന് അങ്ങോട്ട് ജീവിച്ചു തീർക്കുക. അടിപൊളി. നാളെ എന്തെന്ന് അത് നോക്കേണ്ട ആവശ്യമില്ല. നാളെ എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ടല്ലോ, അവിടെ ശരിക്കും പറഞ്ഞാല് നമ്മള് പിശുക്ക് ദൂർത്ത്, ഇത് രണ്ടറ്റങ്ങളാണ്, രണ്ട് എക്സ്ട്രീമെന്റുകളായിട്ടാ പറയല്. ചിലപ്പോ നിങ്ങൾ പിശുക്കിനെ സപ്പോർട്ട് ചെയ്തേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു മണി മാനേജ്മെന്റ് വിദഗ്ധനായതുകൊണ്ട് ഈ പിശുക്ക് ദൂർത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു മധ്യമ നിലപാട്, ഒരു മിതമായ മിതത്വത്തിന്റെ, നമ്മൾ പറയും മിനിമലിസം ചേർന്ന ഒരു മിതത്വം എന്ന് പറയും. അതിലെന്താണ് നമുക്ക് പറയാനുള്ളത്? അല്ല, ഇതിലേ നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിശുക്കണം എന്നൊക്കെ പറയുന്നത് ഓക്കെ, പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ വേണം. ആ ഇപ്പോൾ ജീവിത നിലവാരം വേണം. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ചില ടൈമിൽ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന വസ്ത്രമുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു മിനിമമാണ്. ഇതില്ലാതെ പറ്റില്ല. അപ്പൊ ഇതൊരു ആഡംബരമല്ല എന്നെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ അല്ലേ, സന്ദർഭത്തിന് ആളുകളെ അപേക്ഷിച്ച് അതൊരു ഡിപ്പെൻസ് ആണ്. അപ്പൊ ചില ടൈമിൽ ഇപ്പൊ വീട്ടില് ഞാൻ കുറച്ച് കസേരയൊക്കെ വാങ്ങിയിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് നല്ലൊരു ടേബിളും ചെയറും എനിക്കായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ എൻ്റെ ബ്രദറായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ബ്രദർ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ അനിയത്തി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോകാൻ തുടങ്ങി. എൻ്റെ ഹോസ്റ്റലിൽ റൂംമേറ്റ്സ് എൻ്റെ ടേബിൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വലുതായി വന്നപ്പോൾ എനിക്ക് വീട്ടിൽ വർക്കിംഗ് ടേബിൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വർക്കിംഗ് ടേബിൾ ഞാൻ വാങ്ങുന്നത് കോവിഡ് ടൈമിലാണ്. അപ്പൊ എൻ്റെ മോള് പറഞ്ഞ്, അച്ഛാ താങ്ക് യു, എനിക്ക് വാങ്ങി തന്നില്ല. അപ്പൊ എനിക്ക് അപ്പോഴും ഇല്ല. അതിനിത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് ഒരു ടേബിൾ കൂടി വാങ്ങണമല്ലോ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചാളും എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 വർഷമായിട്ടുണ്ടാവും, ഞാൻ ഒരു ടേബിളും ചെയറും എനിക്ക് വേണ്ടി വാങ്ങി വീട്ടിൽ. ആൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ചിലവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ആ ടേബിൾ ഉണ്ടായതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ പണി ചെയ്തു എന്നറിയോ ആ ടേബിളിൽ ഇരുന്ന്. കാരണം അപ്പോഴാണ് നമ്മൾ ആ മിനിമം, എനിക്കത് ശരിക്കും ആ ടേബിൾ വേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ അത് ഇരുന്നിട്ട് ഞാൻ എൻ്റെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. സാധാരണ വീട്ടിൽ രാത്രി ഇപ്പൊ പിള്ളേരെ കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ടേബിളിൽ നമ്മൾ ഞാനിപ്പോ കിടക്കയിൽ ഇരുന്നിട്ട് നമ്മൾ ബുക്ക് വായിക്കണത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ്, എനിക്ക് എന്റെ ആവശ്യത്തിനുള്ള ചിലവാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ആവശ്യമുള്ളൂ. അതേമാതിരി നമുക്കൊരു കാറ് വാങ്ങണത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സാധാരണ ഒരു ബാക്കിൽ ഡിക്കിയുള്ള ടൈപ്പ് ഓഫ് കാറേ പറ്റത്തുള്ളൂ, അത്ര നീളം വേണം. അത് അയാളെ സംബന്ധിച്ച് ഒരു ആവശ്യമാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ഭയങ്കര ലക്ഷറിയസ് കാറിലേക്ക് പോകണമെന്ന് ചിലപ്പോൾ അനാവശ്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സാധനം ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. ഇപ്പൊ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഞാനിപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങുന്ന ടൈമിൽ എപ്പോഴും ഞാൻ 2-3 വാങ്ങത്തുള്ളൂ. കാരണം ഞങ്ങൾ തിന്ന് തീർക്കത്തില്ല, ചീത്താവും. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് വാങ്ങണമെങ്കിലും ഇപ്പൊ ആപ്പിൾ വാങ്ങണമെങ്കിൽ ചിലപ്പോ 1-2 ഇങ്ങനെ. അപ്പൊ ചില കടയിൽ ചെല്ലുമ്പോൾ ഒറ്റടിക്ക് ഒരിക്കും 1 കിലോ എടുക്കട്ടെ 2 കിലോ എടുക്കട്ടെ. അപ്പൊ ആൾക്കാരുടെ മുന്നിലാണെങ്കിൽ നമ്മുടെ ഒരു ഈഗോ ഹേർട്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാല് ആ സാധനം എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് എന്നെ അത് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്ലിയർ ആയിട്ട് പറയും, എനിക്ക് 100 ഗ്രാം മതി. നമുക്കൊരു വിഷയമല്ല. ഇപ്പൊ ലുലുമാളിലൊക്കെ പോയിട്ട് എനിക്ക് ലുലുമാളിലേക്ക് അറിഞ്ഞൂടാ അങ്ങനെയുണ്ടെന്നുള്ളൂ. പക്ഷെ ചില സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മള് നട്ട്സ് വാങ്ങാൻ പോകണം. അപ്പൊ ഇയാൾ 1 കിലോ എടുക്കട്ടെ 2 കിലോ. അപ്പൊ നമ്മൾ ആൾക്കാരെ മുന്നിൽ ചോദിക്കുമ്പോ ചില ആൾക്കാർക്ക് തോന്നിപ്പോകും, അയ്യോ എന്റെ അടുത്ത് ആ കാശ് ഇല്ലാന്ന് പറയാം. ആ ടെക്നിക്ക് ഒന്നും നമ്മുടെ അടുത്ത് കിടക്കില്ല. ഇപ്പൊ ചില ടൈമിൽ കടയിൽ ഞാൻ കടയിൽ നിന്നിട്ട് എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എനിക്ക് ആ വില കണ്ടാൽ ഇഷ്ടപ്പെടുന്നു. അപ്പൊ എത്ര ആൾക്കാർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ഇതാണ് സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂല് സൈക്കോളജിക്കൽ സെല്ലിംഗ്, ഹിപ്നോട്ടിക് സെല്ലിംഗ് കേൾക്കില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ലിറ്റിൽ മോർ ഇമ്മച്യൂർ ടൈമില് ഇതൊക്കെ എനിക്ക് ഹേർട്ട് ചെയ്യുന്നു. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെജോറിറ്റിയും ഇത് ഹേർട്ട് ചെയ്യും. അവര് നിങ്ങളിപ്പോ 0.01 ആളാണ്.
കേരളത്തിൽ വളരെ തലയെടുപ്പുള്ള ഒരു എക്സ്പേർട്ട് മണി അഡ്വൈസറാണ്. നിങ്ങൾക്ക് പോലും ചെറുപ്രായത്തില് ഇപ്പോഴും ചില ടൈമിൽ ചില മിടുക്കന്മാര് സെയിൽസ്മാൻമാർ എടുത്തിരിക്കണമെങ്കിൽ അവന്മാർക്ക് ആ കഴിവുണ്ട് ചെയ്യിപ്പിക്കാൻ. അല്ല, ഞങ്ങൾ ഒരു ഭാഗത്ത് പഠിപ്പിക്കപ്പെടുന്ന സാധനം ഇതാണ്. സെയിൽസ് ടെക്നിക്കും സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മളെ ഹിപ്നോട്ടിക് സെല്ലിംഗ്, സൈക്കോളജിക്കൽ സെല്ലിംഗ് നമ്മൾക്ക് ഇതൊന്നും നമ്മുടെ തലയിലേക്ക് കയറാനേ പാടില്ല. ഇങ്ങനെ ഈ ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഒരു ചെറിയ വേർഷനാണ്. ഇത് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് എടുക്കാൻ ചെല്ലുന്നു. അപ്പോൾ അവർ നമ്മളെ ചായ തരുന്നു, അത് തരുന്നു. പിന്നെ ഇവർ ഒരു ഫ്ലാറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ഏത് ഫ്ലാറ്റ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞൊരു സാധനമാണ്, ഇനി രണ്ട് ഫ്ലാറ്റ് കൂടി ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ അത് പറഞ്ഞ കാര്യം വെച്ചാൽ ഇത് പ്രീ ബജറ്റില് പ്രീ ലോഞ്ചിൽ വാങ്ങിയത് 80 lakhs ഇപ്പോൾ 1.2 ഞാൻ വേണമെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. അപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ ഇദ്ദേഹത്തിന് ഇത്ര പെർസെൻറ്റേജാണ് ഹൈ കിട്ടിയത്, അപ്പോൾ ഇനിയും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പോൾ എനിക്ക് അറിയില്ല അയാൾ തരുമോ എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരു ഡിമാൻഡ് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ പുതിയ ഫ്ലാറ്റ് കൊച്ചിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റിലുള്ളത് മാത്രത്തിനേ വിലയുള്ളൂ. ഞാൻ എൻ്റെ ക്ലയൻസ് ഇപ്പൊ 10 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയാണ് വിൽക്കാൻ പറ്റാണ്ട്. അപ്പൊ ഞാൻ ഈ 2 സൈഡും കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ എൻ്റെ ചില ക്ലയൻസ് ഒക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും എനിക്കൊരു ഫ്ലാറ്റ് വേണം, അതാണ് എൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റവരുടെ കഥ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്റെ ചോദ്യത്തിലുള്ളൂ, യു റിയലി നീഡ് ദാറ്റ് ഹൗസ്. അപ്പൊ ഈ പറഞ്ഞ സെല്ലിംഗ് ടെക്നിക്ക് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങള് ചാഞ്ചാടരുത്. നമ്മളെ പോലും സെൽ ഔട്ട് ചെയ്യാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെ പോലും നമ്മൾ വിൽക്കാൻ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്തേക്ക് സെയിൽസ് അത്രയും വ്യാപകമാവുകയാണ്. ഇവിടെ ഒരു 2 ടെർമിനോളജി ഉണ്ട്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ രണ്ടും ചിലപ്പോൾ സൈക്കോളജി ആൻഡ് സൈക്യാട്രി മനസ്സിലാവാത്ത പോലെ തന്നെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. സേവിങ്സ് ആണോ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ സേവിങ്സ്, എന്താണ് നമുക്ക് സേവിങ്സ് നമ്മൾ 100 രൂപ എടുത്ത് ഭണ്ഡാരത്തിലിട്ട് അതിന്റെ കുറയണ വിടട്ടേക്ക്, അത് വളരത്തില്ല. കുറയണ ഡെഫിനറ്റ്ലി അത് വേറെ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ എടുത്ത് ഗോൾഡ് വാങ്ങി വെക്കുന്നു. അപ്പൊ ഗോൾഡിന്റെ പ്രൈസ് അപ്രിസിയേഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വി വിൽ ഏബിൾ ടു മേക്ക് സം മൂല്യവർദ്ധന വരും. ഇതാണ് നിക്ഷേപം. അപ്പൊ ആ നിക്ഷേപവും പിന്നെ നമ്മള് സ്വരുക്കൂട്ടലും തമ്മിൽ സ്വരുക്കൂട്ടലിലൂടെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് പൊതുജനങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഒരുപാട് ആളുകൾ ഉള്ള പൈസ വെച്ച് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ട് കച്ചവടങ്ങളും ചെറുകിട യൂണിറ്റുകളും ഇതുപോലെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കും വേണ്ട ഈ ഒരു നിലപാട് തറ, അതായത് അച്ചടക്കത്തിന്റെ ഒരു ഫൗണ്ടേഷൻ. എങ്ങനെ നമ്മൾ ഉള്ള കാശ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല, പലപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ അടച്ചു പോകുന്ന ചെറിയ കച്ചവടങ്ങൾ അല്ലേ ഒത്തിരി കാണുന്നതാണ്. ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്രവാസികൾ തിരിച്ചു വരികയാണെങ്കിൽ അവരുള്ള കാശ് എങ്ങനെ അതുപോലെ സ്വർണം വിറ്റ് അവരുള്ള കാശ് എല്ലാം കൂടി കൂട്ടി ഒരു കട തുറന്നു. പക്ഷേ കട മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കടങ്ങൾ പോകുന്നു, കടങ്ങൾ പോയി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മുട്ടുന്നു, ചെക്കാവുന്നു, കൂട്ടുന്നു, മൊത്തം നിശ്ചയം എന്ന് പറയുന്ന ഇവിടെയൊക്കെ നമുക്ക് എന്ത് നിലപാടാണ് ഇവരെയൊക്കെ പഠിപ്പിക്കുക? അല്ല, ഇതില് പലപ്പോഴും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങണേക്കാളും മുന്നേ. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്കൊരു എന്ത് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓണസ്റ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്കൊരു അഫോർഡബിലിറ്റി ഉണ്ട് എന്ത് കാര്യം. നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങണമെങ്കിൽ നമുക്കറിയാം എനിക്ക് എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻവെസ്റ്റ് ചെയ്യാനനുസരിച്ച് ഞാൻ എൻ്റെ കച്ചവടത്തിൽ ഇറങ്ങുള്ളൂ. അപ്പോൾ കച്ചവടത്തിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം എനിക്ക് എത്ര രൂപ വരെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബിസിനസ് ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവ് വേണമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു മാസം എനിക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപ റെൻറ്റും ശമ്പളവും കൊടുക്കാനെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 മാസത്തേക്കുള്ള 6 ലക്ഷം രൂപ എൻ്റെ അടുത്ത് റിസർവ് ആയിട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ 6 മാസം കച്ചവടമൊന്നുമില്ല, ലാഭമില്ലെങ്കിലും എനിക്ക് ആ ബിസിനസ് റൺ പിടിച്ചിരിക്കാൻ പറ്റണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ആ ബിസിനസ് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തന്നെ പൂട്ടണേ നല്ലത്. അതെ, അപ്പോൾ ആ സമയപരിധിക്കുള്ളിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം. അത് ഡെഫിനറ്റ്ലി പറ്റും. നമ്മൾ മിക്കപ്പോഴും പറ്റിപ്പോണെന്ന് വെച്ചാൽ ആ ഒരു മാസം പോലും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇതെങ്ങനെ പോകുന്നുള്ളത്. പിന്നെ നമ്മൾ ആൾക്കാരെ പലപ്പോഴും ബ്ലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേക്കാളും പിന്നെ നമ്മൾ സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് നടത്തും. നമ്മുടെ നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ വരെയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻകം എത്രയുണ്ട്, ശമ്പളം എത്രയുണ്ട്, ചെലവ് എത്രയുണ്ട്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഗോൾസ്,
ഇതൊക്കെ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എത്ര മാത്രം റിസ്ക് എടുക്കാൻ പറ്റും, എത്ര മാത്രം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞു, ഗൾഫിലുള്ള ഒരാളാണ്, അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് നാട്ടിൽ വരും ഒരു ബിസിനസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ നമ്മൾ കാരണം വെച്ചാൽ ബിസിനസ്സിനാണെങ്കിൽ എത്ര രൂപ വേണം നമ്മൾ ചോദിക്കും. അപ്പോൾ 25 ലക്ഷം രൂപ. ഈ 25 ലക്ഷം രൂപ ഇന്നത്തെ പൈസയാണോ അതോ നിങ്ങൾ വരുമേണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പൈസ ആണെങ്കിൽ അദ്ദേഹം വരാൻ പോണത് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ 25 എന്നുള്ള 50 ലക്ഷം ഉണ്ടോ. അപ്പോൾ 50 ലക്ഷം രൂപ 10 കൊല്ലത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. അതെ. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ബിസിനസ് ഇവിടെ കണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അതാണ് പ്രീ പ്ലാനിങ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബിസിനസ് സക്സസ് ആണ് വേറെ ടെക്നിക്ക്. പക്ഷെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇവിടെ നടക്കും. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ തന്നെ പൊട്ടുകയാണ്. മറ്റേത് ബിസിനസ്സിൽ അതിന്റെ നൈപുണ്യം കാര്യങ്ങളും കുറവുണ്ട്. അതിന്റെ കൂടെ അതിൽ ഏറ്റവും മാരകമായിട്ട് ഈ സാമ്പത്തിക പ്ലാനിങ്ങും അതിനെ പറ്റിയുള്ള ഒരു അറിവുമില്ലാതെ ഒരുപാട് ബിസിനസ്സുകൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ എടുത്തിട്ട് നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും മണി ഇൻവോൾവ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ എൻ്റെ ഒരു ആള് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ക്ലയന്റ് ഓഫീസിൽ വന്നപ്പോൾ ആള് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ശരിയാ പൈസ ഒന്നും വേണ്ട, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി പെയിനുകളുണ്ട്. ആ പെയിനുകളിൽ ഒന്നാണ് നമ്മുടെ എന്താ പറയുക ശ്വാസം എടുക്കാനുള്ള കിട്ടാത്ത പെയിൻ, ഭക്ഷണത്തിന്റെ പെയിൻ, അല്ലെങ്കിൽ നമുക്ക് വിഷമങ്ങള്, അസുഖങ്ങള്. ഈ പെയിൻ എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ കാശുണ്ടാവണം. അല്ല, സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന പെയിന് നല്ല പ്ലഷർ കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്ലഷറാണ് സെയിൽസ്. കറക്റ്റ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൈസ വേണം. ആ പൈസ എത്ര ഇടുന്നു ഈ പരിപാടി തുടങ്ങണേക്കാളും മുന്നേ ഒരു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഇതൊക്കെ ശരിക്കും കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ഡിസ്കഷനിൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റും എത്ര. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് വേണ്ട 25 ലക്ഷം വേണം, 10 വർഷം കഴിഞ്ഞാൽ വേണ്ടത് എന്ന് വെച്ചാൽ 7% ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും 10 വർഷം വേണം. അപ്പൊ 10 വർഷത്തിനുള്ളിൽ 50 ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഒന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കതൊരു 10% ഗ്രോത്ത് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അത്യാവശ്യം ഒരു ഇത്ര രൂപയെങ്കിലും വേണം. ഇനി അതല്ല ആ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി എൻ്റെ ഇൻകത്തിൽ നിന്ന് കുറച്ച് പൈസ വയ്ക്കാൻ പറ്റും. അതാണ് SIP എന്ന് പറഞ്ഞാൽ. അത് എത്തിക്കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ എത്താൻ പറ്റും, അക്യുമുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും പറയും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ പോലും. പക്ഷെ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കും.